നമുക്ക് ഒരുപാട് ഇൻകം സോഴ്സുകൾ കാണും. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനകത്ത് തന്നെ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ സെല് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം വരുന്നുണ്ടാവും, വരുമാനം വരുന്നുണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് ഇതിലേത് പ്രൊഡക്റ്റിലാണ് അല്ലെങ്കിൽ ഏത് ബിസിനസ്സിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അത്തരം സാധ്യതകളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും, അത് നമ്മുടെ എനർജി ആയിക്കോട്ടെ, നമ്മുടെ ടൈം ആയിക്കോട്ടെ, നമ്മുടെ മണി ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്ന നമ്മുടെ അസറ്റിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിലായിരിക്കണം. എന്നിട്ട് ഏറ്റവും അൺവീർത്തി ആയിട്ടുള്ള, നമുക്ക് അണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ അസറ്റുകളെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ക്ലാസ്സുകളെ ഒന്നുകിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ അതിനെ നമ്മുടെ ലിസ്റ്റിനെ വെട്ടിക്കളയുക. എന്നിട്ട് അവിടെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള പുതിയ പ്രൊഡക്റ്റുകളെയും സർവീസുകളെയും കൊണ്ടുവരാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകളെ കെട്ടിപ്പൊക്കാൻ വേണ്ടി നോക്കുക. നമ്മുടെ ഇൻഡസ്ട്രിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളിലേക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും പുതിയ ബിസിനസ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക.